മെഡിറ്റേഷന്റെ പവർ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും. കണ്ണടയ്ക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് പറ്റിയതല്ല, സകല മേഖലയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ബിസിനസ്സുകാരൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ആഗോള തലത്തിൽ ബിസിനസ് നടത്തിയിട്ടും ഉന്നതിയിൽ എത്താൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ പാക്കേജായി മാറുന്നത്. അവിടെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും മാലപ്പടക്കം പോലെ. അത് ക്വാണ്ടം തിയറിയിലേക്ക് വന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് നമുക്ക് ഏവർക്കും സുപരിചിതനായ ഹിമലയൻ മാസ്റ്റർ അഷ്റഫ് സാറാണ്. ഇന്ന് നമുക്ക് കുറച്ച് സമയം, അദ്ദേഹത്തിന് വിലപ്പെട്ട സമയം നമുക്ക് കുറച്ച് അനുവദിച്ച് കിട്ടിയിരിക്കുകയാണ്. വെൽക്കം മാസ്റ്റർ. ഇന്ന് എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറെ നിർണായകമായ ഒരു ക്വസ്റ്റ്യനാണ്. അതായത് സാധാരണക്കാർ, അതായത് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾ, പല മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്, സ്ഥിരമായിട്ട് ഭയങ്കര രീതിയിലേക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ജീവിതം നിഷ്ക്രിയമായി പോയി ആകെ ജഡവസ്തുവായി മാറുന്ന ഒരു അവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, ഫാമിലി ഇല്ല, പണമില്ല, ഒന്നുമില്ല, ആരോഗ്യം എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ രീതിയിലായിട്ട് ഒരു നിഷ്ക്രിയരായി പോയുള്ള ഒരു അവസ്ഥ. അപ്പൊ ഇത് ഒരു മെഡിറ്റേഷൻ ചെയ്ത വ്യക്തിക്ക് അങ്ങനെ വരാൻ പാടില്ല എന്നുള്ള ഒരു സംഭവമുണ്ട്, നമ്മൾ പറയാറുണ്ട് സാധാരണ. അപ്പൊ ഇതിനെ കുറിച്ച് മാസ്റ്റർ ഒന്ന് വിവരിക്കാമോ? എന്താണ് ഇതിനുള്ള കാരണം എന്ന് പറയുന്നത്? അത് നമ്മൾ നിത്യേന കേൾക്കുന്നതാണ്. മെഡിറ്റേഷൻ ചെയ്ത വ്യക്തി ജഡവസ്തുവായി മാറി, കുടുംബമില്ല, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല, കണ്ണും അടച്ചു പോകും. മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു 80% ആൾക്കാർ വിചാരിക്കുന്ന സന്യാസം, കുടുംബമില്ല, വിവാഹം കഴിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, കൽവത്തിനിരിക്കുക, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എല്ലാ മതത്തിലും ഉണ്ട്. അതാണ് കൽവത്തൊക്കെ എടുത്ത് പറയാം. ഇസ്ലാമിലുള്ള സൂഫി വര്യന്മാരുടെ ആ ഒരു കൺസെപ്റ്റൊക്കെ കയറി ഒന്ന് സൂഫി വര്യം ചെയ്തേക്കണമെന്നല്ലേ ഇവർ പറയണം. മെഡിറ്റേഷൻ പവർഫുൾ ആണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏത് മെഡിറ്റേഷനൊക്കെയാണ് ചെയ്യേണ്ടത്. മെഡിറ്റേഷൻ ചെയ്തിട്ട് അതിന്റെ പവർ ഭൗതിക ജീവിതത്തിലേക്ക്, ദൈനംദിന ജീവിതത്തിലേക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ഒരു ടൂളാക്കി മാറ്റണം, ആപ്ലിക്കേഷനാക്കി മാറ്റണം. അല്ലെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ജഡവസ്തുവായി മാറും, സമൂഹത്തിന് വേണ്ടാത്ത ഒരു വ്യക്തിയായി മാറും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ലോകമഹായുദ്ധങ്ങൾ നടന്നു, ഈ മാസ്റ്റേഴ്സ് ഒന്നും ചെയ്തില്ല, കണ്ണുടച്ചിരുന്നു, ആരെയും രക്ഷിച്ചില്ല, രാജ്യത്തിന്റെ അതിർവരമ്പുകളും നോക്കിയില്ല, അതിർത്തികൾ നോക്കിയില്ല. ഇതൊക്കെ നിത്യേന കേൾക്കുന്നതല്ല പല പുസ്തകങ്ങളും. കാരണം എന്താണ്? ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചില്ല, ഞങ്ങളും ഈ മാനവരാശിയായിട്ട് ഒരു ബന്ധവുമില്ല, അല്ലെ, ഒരു കൊടുക്കൽ മേടിക്കൽ ഒന്നുമില്ല, ഞങ്ങൾക്കൊന്നും അറിയില്ല. മെഡിറ്റേഷൻ ചെയ്താൽ എനർജി പവർ സൃഷ്ടിക്കപ്പെടും. മെഡിറ്റേഷൻ ചെയ്ത് ഉഗ്രമായ എനർജിയുടെ ഒരു ബോധത്തിലേക്ക്, സൂക്ഷ്മമായ ബോധത്തിലേക്ക് കൺവേർട്ടാവും, അടിമുടി. ആ പവർ ഇനി അവിടെ വരെയാ നിൽക്കുന്നത്. ബാക്കിയുള്ളത് പരിചയപ്പെടുന്നുമില്ല, പരിചയപ്പെടുത്തുന്നുമില്ല. അതാണ് ഈ കുഴപ്പം മുഴുവൻ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഒരു വ്യക്തി സൂക്ഷ്മതയിലേക്ക് വരികയാണ്. പതിയെ 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 ആ വ്യക്തി കംപ്ലീറ്റ് അടിമുടി അടപടലം ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. വീക്ഷണം, ഇടപെടൽ, തീരുമാനങ്ങൾ എല്ലാം തന്നെ മാറും. ഒരു പ്രസന്റിലേക്ക് വരികയാണ്. അതിന്റെ കൂടെ തന്നെ ആ വ്യക്തിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഒന്നിനോടും. കാരണം എല്ലാം ഉണ്ട്, എന്ത് സംഭവിപ്പിക്കാന്നുള്ള ഒരു ബോധം തന്നെ സൂക്ഷ്മതയിലേക്ക് വരികയാണ്. മെഡിറ്റേഷൻ ഒരു നിർണായകമായ ഒരു സൈഡാണ് പറഞ്ഞത്. ഈ വ്യക്തി മറക്കുകയാണ് സോഷ്യൽ, അതായത് നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കേണ്ടത്, നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്, ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിലേക്ക് ഈ പവറിനെ ട്രാൻസ്ഫർ ചെയ്യണം, അതായത് പവറിനെ ഉപയോഗിക്കണം. മെഡിറ്റേഷൻ ഒരു ടൂളാക്കി മാറ്റണം, ദൈനംദിന ജീവിതത്തിലേക്ക് ഉപയോഗിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ജഡവസ്തുവായി മാറണേ? അതായത് മെഡിറ്റേഷൻ, അതെങ്ങനെ വേണമെങ്കിലും പറയാം, എനർജി പ്ലസ് എഫേർട്ട് ഈസ് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ. അതായത് മെഡിറ്റേഷൻ പ്ലസ് അധ്വാനം. അധ്വാനം ഞാൻ ഉദ്ദേശിക്കേണ്ട ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എല്ലാം പെടും അതിൽ. ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഇവൻ അച്ഛൻ, അമ്മ, വാപ്പ, ഉമ്മ ഇവരൊക്കെ നോക്കണം, കുടുംബം നോക്കണം, ഏത് മതത്തിലാണ് നിൽക്കേണ്ടത്, അതിന്റെ സൊസൈറ്റി, കൾച്ചർ, ആചാരം, രാഷ്ട്രത്തിന്റെ ആചാര സംസ്കാരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. അതിൽ നിന്നൊന്നും ഒളിച്ചോടേണ്ട കാര്യമില്ല. ഇതെല്ലാം കൂടെ സംഭവിപ്പിച്ച ഒരു പാക്കേജായി രൂപാന്തരപ്പെടും. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഒരു 80% ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? മനസമാധാനത്തിന് വേണ്ടി ഇതിൽ ചെന്ന് ചാടും. മനസ്സ് ജഡവസ്തുവായി മാറും. ഈ നിമിഷത്തിലേക്ക് ആക്കിയെന്ന് വിചാരിക്കാം. പിന്നെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒന്നും നിറവേറ്റുന്നില്ല, ഒരു ഒളിച്ചോട്ടമാണ് ചെയ്യുന്നത്. വൻ പരാജയമായിരിക്കും. അപ്പൊ മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ എഫേർട്സ് ചെയ്തില്ലെങ്കിൽ മെഡിറ്റേഷനിൽ കൂടി ആവിർഭവമാവുന്ന ഊർജത്തിന്റെ പവർ, ആ ബോധതലത്തെ ഒരു ടൂളാക്കി മാറ്റണം. നല്ല ഊർജ്ജസ്വലതയായി തീരും അപ്പോൾ തന്നെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എല്ലാ മേഖലകളിലും നമ്മൾ ഇറങ്ങിച്ചെല്ലണം. പുതിയ പുതിയ വാതായനങ്ങൾ തുറക്കപ്പെടും, പുതിയ പുതിയ പ്രൊജക്ടുകൾ, പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ, അതിനെല്ലാം ഫേസ് ചെയ്യണം. അതായത് ഉത്തരവാദിത്തങ്ങൾ ഒന്നും വരാൻ പാടില്ല, തടസ്സങ്ങൾ വരാൻ പാടില്ല,
എല്ലാം സ്വർഗലോകമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ജീവിതമല്ല. ജീവിതത്തിന് എല്ലാ സൈഡും മാറി മറിഞ്ഞും ഉയർച്ചയും താഴ്ചയും എല്ലാം ഉണ്ടായിരിക്കും. അതിനെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ മാറ്റിക്കളയാനുള്ള ആ ഒരു പവറിലേക്കും കൂടെ വരും. എന്തുകൊണ്ടാണ് ഈ കുടുംബമൊന്നും ഇല്ലാന്ന് പറഞ്ഞത്? മെഡിറ്റേഷൻ ചെയ്ത ഗുരുക്കന്മാരും പറഞ്ഞു കൊടുത്തില്ല, മാസ്റ്റേഴ്സും പറഞ്ഞു കൊടുത്തില്ല. ഇത് എന്തിനാണ് നീ ചെയ്യുന്നത്, ചെയ്തിട്ട് നീ എന്താണ് ചെയ്യേണ്ടത്, ഭൗതികത്തിൽ ദൈനംദിന ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഓൺലി മെഡിറ്റേഷൻ പരിചയപ്പെടുത്തി ബാക്കിയുള്ള ലോകം അപ്രത്യക്ഷമാക്കി. അതിനെപ്പറ്റി യാതൊരു ധാരണയും കൊടുത്തില്ല. അത് എന്ത് പറ്റി? മെഡിറ്റേഷൻ ചെയ്ത ആൾ ഒരു ജഡവസ്തുവായി മാറി. കാരണം ബോധം ഈ നിമിഷത്തിലായി. ഇനി ഇത് എന്തിനു വേണ്ടി അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ അർത്ഥം, ഒരാൾ PhD എക്സാമിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു PSCയുടെ എക്സാം എഴുതാൻ പോകുന്നു, നിർണായകമായ ഒരു ടെസ്റ്റ് എഴുതാൻ പോകുന്നു. ആ വ്യക്തി മെഡിറ്റേഷൻ ചെയ്ത് നല്ല പവർഫുള്ളായി, മെമ്മറിയൊക്കെ നല്ല ബൂസ്റ്റായി ഈ നിമിഷത്തിലാണ്. എപ്പോ വരെ ആ വ്യക്തി എക്സാം എഴുതുന്നില്ലയോ അവിടെ ആ വ്യക്തിക്ക് പിന്നെ ഉന്നതി ഉണ്ടാവില്ല, അല്ലെ? ഇത് പഠിച്ചിട്ട് അതിന്റെ കൂടെ, ഇത് പഠിച്ചിട്ടെന്ന് പറയാൻ പറ്റില്ല, ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അത് പഠിച്ചിട്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പെട്ട നമ്മുടെ എക്സാം എഴുതാൻ പോകുന്നു, അതിൽ പാസ്സാവുന്നു, ജോലി കിട്ടുന്നു. ജോലി കിട്ടിക്കഴിയുമ്പോൾ പൈസ, സാമ്പത്തികം, കാര്യങ്ങളെല്ലാം മാറി മറിയുന്നു. അതിന്റെ കൂടെ നമ്മുടെ കുടുംബത്തെ നോക്കുന്നു, ഉത്തരവാദിത്തം നോക്കുന്നു, എല്ലാവരും നന്മ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഒരു പുതിയ മാനം സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് കണ്ണടച്ച് ഒന്ന് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ആർക്കും അറിയില്ല. കണ്ണടയ്ക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് പറ്റിയതല്ല. സന്യാസം, കൽവത്തിനിരിക്കുക, സൂഫിവര്യന്മാര്, അല്ലെങ്കിൽ അഘോരികൾ, അല്ലെങ്കിൽ നാഗസന്യാസിമാര്, അല്ലെങ്കിൽ മറ്റുള്ള യോഗികൾ, സിദ്ധന്മാർ, ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ മനസ്സിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. അവർ കണ്ണടച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അതല്ല, മെഡിറ്റേഷന്റെ പവർ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും. സമസ്ത മേഖലയിലും, സകല മേഖലയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഉപയോഗിക്കപ്പെടുകയാണ്. മറ്റതല്ല, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും, ഒരു ബിസിനസ്സുകാരൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ആഗോള തലത്തിൽ ബിസിനസ് നടത്തിയിട്ടും ഉന്നതിയിൽ എത്താൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അവിടെ സൂക്ഷ്മമായ ഊർജം കയറി ഇടപെടുന്നുണ്ട് എല്ലാ സ്ഥലത്തും. നമ്മുടെ ബിസിനസ് മേഖലയിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇടപെടൽ, മനോഭാവം, തീരുമാനങ്ങൾ, ഇതിലൊക്കെ ഊർജമാണ് പ്രസരിക്കുന്നത്. അതിശക്തിയേറിയ ഊർജം. മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഊർജം സൂക്ഷ്മതയിലാവും. അവിടെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും, മാലപ്പടക്കം പോലെ. അത് ക്വാണ്ടം തിയറിയിലേക്ക് വന്നു. അപ്പോൾ പറയേണ്ടത് മെഡിറ്റേഷൻ പ്ലസ് എഫേർട്സ്, അതായത് ധ്യാനമുറകൾ, സൂക്ഷ്മമായ ധ്യാനമുറകൾ, അധ്വാനം, രൂപീകരണം, അതായത് നമ്മളുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കൽ, അല്ലെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ ആഗ്രഹ പൂർത്തീകരണം. അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടരുത്, ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഉത്തരവാദിത്തങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോഴും ഇത് ജീവിതത്തിന്റെ ഭാഗം. അല്ലാതെ അതിനു വേണ്ടി ഇതും ഇതിനു വേണ്ടി അതും അങ്ങനെ ഒരു ലോകമല്ല. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ പാക്കേജായി മാറുന്നത്. അപ്പൊ ഒന്നും വേണ്ടാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമല്ല, അല്ലെ? ഒരാൾക്കൊന്നും വേണ്ട, കണ്ണടച്ച്, മാനവരാശിയുമായിട്ട് ഒരു ബന്ധമില്ല, ആരുമായിട്ട് കൊടുക്കൽ മേടിക്കലൊന്നുമില്ല. കാരണം എന്താണ്? അങ്ങനെ വന്നാൽ പിന്നെ നമ്മൾ മെഡിറ്റേഷൻ ആവശ്യമില്ല, ഈ ഭൂമിയിലേക്ക് വരേണ്ട കാര്യമില്ല. അപ്പൊ അതൊരു തെറ്റായ ധാരണയാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്ത് കുടുംബമില്ല, ഒന്നും നോക്കുന്നില്ല, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി, അതിന്റെ ഏക പ്രശ്നം ഈ പഠിച്ച വ്യക്തിക്ക് അറിയില്ല ഇത് എന്തിനു പഠിച്ചു, പഠിപ്പിച്ച ആൾക്കും അറിയില്ല ഇത് എന്തിനു പഠിപ്പിച്ചു. അതാണ് അവിടെ പ്രശ്നം വന്നേക്കുന്നത്, അറിവില്ലായ്മ. അപ്പൊ അത് ദൈനംദിന ജീവിതത്തിലേക്കാണ് വാർത്തെടുക്കേണ്ടത്. അത് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു പവർഫുൾ ടൂളാണ് മെഡിറ്റേഷൻ. ഏത് മെഡിറ്റേഷനാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്ന്, നല്ല ഊർജത്തെ കൈകാര്യം ചെയ്യുന്ന മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രാണവായുവാണ്. കാരണം ഏകാഗ്രത കിട്ടണമെങ്കിൽ പ്രാണവായുവിൽ ഏകാഗ്രത കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് തോട്ട്സ് സ്റ്റോപ്പ് ആവുള്ളൂ, ശക്തിയേറിയ ഏകാഗ്രത സംജാതമാവുള്ളൂ. അതിൽ കൂടി ഊർജ്ജസ്വലമായിട്ട് എപ്പോഴും ഒരു അഗ്നിയായിട്ട് നിലനിൽക്കാൻ പറ്റും. ഒരു ക്ഷീണമോ കാര്യങ്ങളോ ബോറോ അങ്ങനെയൊന്നും വരില്ല. എപ്പോഴും പ്രസന്റ്, സദാസമയവും പ്രസന്റും ഉത്തരവാദിത്തങ്ങളും നിറഞ്ഞ ഒരു ജീവിതം സമ്പൂർണ്ണ ആ ഒരു തലത്തിലേക്ക് പോസിറ്റീവ് ആയിരിക്കും. എപ്പോഴും ഒരു നിർവൃതിയിലായിരിക്കും. ആ ഒരു തലത്തിലാണ് വരുന്നത്. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതിൽ കുറച്ച് കാര്യങ്ങളൂടെ മാസ്റ്റർ പറഞ്ഞതിന് കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ അതായത് ഈ ഒരു മെഡിറ്റേഷൻ നെക്സ്റ്റ് ലെവൽ പഠിക്കാത്തത് അല്ലെങ്കിൽ പഠിപ്പിക്കാത്തത്, പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ഒരു ഫാമിലിയിൽ നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവരുടെ മനസ്ഥിതി, മെന്റാലിറ്റി എന്താണ്? എല്ലാം വിട്ടു ഇനി സന്യാസത്തിന് പോവാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കുടുംബം എല്ലാം ഇട്ടെറിഞ്ഞു പോവാണ് എന്നുള്ളൊരു ലെവലിലാണ് അവർ ചിന്തിക്കുന്നത്. ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പോലുള്ള സപ്പോർട്ട് പോലും പലപ്പോഴും നൽകാറില്ല. കാരണം ഈ ഒരു എക്സ്പീരിയൻസ് വന്നതുകൊണ്ടാണ്. ഇതിൽ വേറൊരു കുഴപ്പം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. മെഡിറ്റേഷൻ എന്നത് ചില പ്രത്യേക സമൂഹത്തിൻ്റെതാക്കി വച്ചിട്ടുണ്ട്. ചില ലേബൽ സൃഷ്ടിക്കപ്പെട്ട കാലാന്തരത്തിൽ ധ്യാനമുറ, മെഡിറ്റേഷൻ അത് ഇന്ന മതത്തിന്റെയാണ്, കുറച്ച് ആൾക്കാരുടെ സംഭവമാണ്, അല്ലെങ്കിൽ കുറച്ച് സന്യാസ വേഷം ധരിച്ചിരിക്കുന്ന, സൂഫി വേഷം ധരിച്ചിരിക്കുന്ന, അഘോരി വസ്ത്രധാരണയിൽപ്പെട്ട ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ വിഷയമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ
100% തെറ്റിദ്ധാരണയാണ്. അത് കാലാകാലമായിട്ട് രൂപാന്തരപ്പെട്ടേക്കാണ്. പുതിയ തലമുറ അത് തന്നെയാണ് കാണുന്നത്. കണ്ണടച്ചു പോയോ ഭൗതിക ജീവിതം ഇല്ല എന്നുള്ളൊരു ധാരണയിലേക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഇത് കേൾക്കുമ്പോൾ അറിയാം. ഏത് മതക്കാരനായാലും മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാനില്ല അല്ലെ, പ്രാർത്ഥനയ്ക്ക് കൈകൊട്ടി പാട്ടുന്നത് ഞാനില്ല, ഇതെന്റെ വിഷയമല്ല. ശരിക്ക് മെഡിറ്റേഷൻ പഠിച്ച ആളാണ് ഉഗ്രമായിട്ട് ഈ പ്രപഞ്ചത്തിൽ എല്ലാം നടപ്പാക്കാനുള്ള കഴിവും റിസർച്ച് ആയാലും ഏത് മേഖലയിലായാലും നമുക്ക് കോൺസെൻട്രേഷനും നമുക്ക് അതിനുള്ള ഒരു മോട്ടിവേഷനൊക്കെ കിട്ടുന്നത്. പറഞ്ഞു കേട്ടോ. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയുള്ള ഒരു സംഭവമല്ല മെഡിറ്റേഷൻ. ഏകാഗ്രതയാണ്, മനസ്സിന്റെ ഒരു പ്ലേ ആണ്, ബോധതലമാണ്, ഊർജമാണ് ദൈനംദിന ജീവിതത്തിലേക്ക്. ഇപ്പൊ നമുക്കറിയാം ലോകത്തെ എല്ലാ ഐക്കൺസും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളൊരു രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അത് വിവിധ രീതിയിലുണ്ട്, 100 കണക്കിന് മെഡിറ്റേഷൻ ഉണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഏകാഗ്രതയാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് മതത്തിന്റെയോ ജാതിയുടെയോ ആചാരത്തിന്റെയോ അല്ല. അപ്പൊ അതൊരു സമൂഹത്തിന്റെ നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഇപ്പൊ ഒരാൾ പ്രാണവായുവിൽ ഏകാഗ്രത കൊടുത്തു, ഒരാളുടെ ജീവവായു പ്രാണവായു ശ്വാസത്തിൽ ഒരാൾ ഏകാഗ്രത കൊടുത്തിരിക്കുകയാണ്, അതിലെ ധ്വനികളിൽ ഏകാഗ്രത കൊടുത്തിരിക്കുകയാണ്. നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഇത് ഇന്ന മതത്തിന്റെ ആണ്? ഒരിക്കലുമല്ല അല്ലെ. ശ്വാസം ആരുടെയും അല്ല, പ്രപഞ്ചത്തിൻ്റെതാണ്. അതുകൊണ്ട് പ്രപഞ്ചവുമായിട്ടാണ് ഡീലിംഗ്. എപ്പോഴും ഓർത്തു വെച്ചോണം കേട്ടോ. മറ്റത് കൾച്ചർ, ആചാരങ്ങൾ, കാര്യങ്ങൾ ഒരു മനുഷ്യനെ സിസ്റ്റമാറ്റിക് ആയിട്ട് വാർത്തെടുക്കുന്ന രീതി. മതം എല്ലാം നല്ലതാണ്, മതം ഒരിക്കലും തെറ്റുപിടിപ്പിക്കുന്നു ഇല്ലല്ലോ. ഒരു മതവും ആരെയും കൊല്ലാനും പറയുന്നില്ല, ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുതെന്ന് പറയണേ അല്ലെ. അപ്പൊ അതിന്റെ തത്വങ്ങൾ അറിയാത്ത കൊണ്ടാണ്. അത് ഈ കഥ മാത്രം കേൾക്കുമ്പോഴാണ് ഈ കുഴപ്പം പറ്റുന്നത്. ഒരു മതവും ഒന്നും നെഗറ്റീവ് പറയുന്നില്ല. അപ്പൊ ഒരു മനുഷ്യനെ സിസ്റ്റമാറ്റിക് ആയിട്ട് വാർത്തെടുക്കുക, എന്നിട്ട് പ്രപഞ്ചത്തിലേക്ക് കടക്കുക. മതത്തിന്റെ ഉന്നതമായ അവസ്ഥയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നിട്ട് അവനവന്റെ മതത്തിൽ നിൽക്കുമ്പോൾ തന്നെ എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള കഴിവും ആ പ്രപഞ്ച വീക്ഷണവും, അത് കഴിഞ്ഞ് പ്രപഞ്ചത്തിലേക്കുള്ള ബോധത്തിന്റെ കണക്ഷനും, അങ്ങനെയാണ് മതം പോട്ടത്. പക്ഷെ ഇവിടെ എന്തോ ഒരു നിർഭാഗ്യവശാൽ മൊത്തം എന്തൊക്കെയോ ധരിച്ചു വെച്ചിരിക്കുന്നു. മതം ആൾക്കാരെ നശിപ്പിക്കാൻ, തകർക്കല്, പൊളിക്കല്. അവസാനം ഈ ചെയ്യുന്ന ആൾക്കും അറിയില്ല ഇത് എന്തിനായിരുന്നു, പറയുന്ന ആൾക്കും അറിയില്ല. അതാണ് ഇതിൽ പറ്റിയിരിക്കുന്ന അപാകത. ഒന്ന് രണ്ട് കാര്യങ്ങളോട് മാസ്റ്റർ ഇതില് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ അതീന്ദ്രിയം എന്ന് പറയുമ്പോ കണ്ണടച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മാസ്റ്റർ പഠിപ്പിച്ച മെഡിറ്റേഷൻ, അത് ഏത് സാഹചര്യത്തിലായാലും മെഡിറ്റേഷൻ ആണ് വേണ്ടത്. അതായത് ഇപ്പൊ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാലും ഇപ്പം മാസ്റ്റർ അല്ലെങ്കിൽ ഒരു വ്യക്തി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാസ്റ്റർ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാം ആണെങ്കിൽ അവിടെ ഒരു മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മെന്റാലിറ്റി വരുന്നുണ്ട്. അതായത് നമ്മളൊരു ലൈഫ് എന്റർടൈൻ ചെയ്യാനാണ്. അപ്പൊ ആ സിറ്റുവേഷൻ അനുസരിച്ച് അവിടുത്തെ എന്റർടൈൻമെന്റ് ആണ് വേണ്ടത്. അവിടെ ആ ഒരു സിറ്റുവേഷനിൽ മെഡിറ്റേഷൻ അല്ല ആവശ്യം. അത് ആ മെഡിറ്റേഷൻ പവർ ഉപയോഗിച്ച് നമുക്ക് അത് എന്റർടൈൻ ചെയ്യാനാണ് സാധിക്കും. പക്ഷെ ചിലരുടെ വിചാരം അവിടെ ചെന്നാലും മെഡിറ്റേഷൻ ചെയ്യണം. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. മെഡിറ്റേഷണൽ പവർ ഉള്ള ആൾക്ക് ഏതൊരു സിറ്റുവേഷനെ എന്റർടൈൻ ചെയ്യാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും അതിഭയങ്കരമായിട്ട്. മെഡിറ്റേഷണൽ പവർ ഉള്ള ആൾക്ക് ഒരു റൊമാൻറ്റിക് മൂഡിൽ, ഒരു നിർവൃതിയിൽ ഏതവസ്ഥയും ആസ്വദിക്കാൻ പറ്റും. മറ്റതല്ല, ഒരു സാധാരണ മനുഷ്യന് ടെൻഷൻ വന്നു, ഒരു 10 കോടി രൂപ കയ്യിലുണ്ട്, പൈസയ്ക്ക് ഒരു ക്ഷാമമില്ല, ആങ്സൈറ്റി, ടെൻഷൻ, ഫിയർ, സ്ട്രെസ്, രോഗഭയം, മരണഭയം, അയാൾക്ക് എന്താ ആസ്വദിക്കാൻ പറ്റും? പിന്നെ എന്ത് കണ്ടാലും അയാൾക്ക് ആസ്വദിക്കാൻ പറ്റൂല, കിടന്നുറങ്ങാൻ പറ്റണില്ല. അപ്പൊ ആ സിറ്റുവേഷൻസിനെ നമുക്ക് പൂർണ്ണമായിട്ടും അതിലേക്ക് മാറി ആ സിറ്റുവേഷൻസ് എന്താണോ വേണ്ടത് അവിടെ ചെന്നിട്ട് നമുക്ക് അതിലേക്ക് മാറി അതിനെ ആസ്വദിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ ചെന്നു, അവിടെ മെഡിറ്റേഷൻ പറയേണ്ട സബ്ജക്റ്റ് അല്ല, അവിടെ ആ സിറ്റുവേഷൻസ് വേറെ ആയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയായി മാറാൻ പറ്റും. എന്തിനും അതിൻ്റെതായ സ്ഥലത്ത് അതിൻ്റെതായ അവസ്ഥാവിശേഷത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റും. പക്ഷെ ഇതെല്ലാം ഒരേ രീതിയിൽ പോണ്ട കേസല്ല. മെഡിറ്റേഷൻ പഠിച്ച ആള് കണ്ണടച്ചേ നടക്കുള്ളൂ, അങ്ങോട്ട് തിരിയില്ല ഇങ്ങോട്ട് തിരിയില്ല, എന്തോ രൂപമായിട്ട് ഇവർ കണ്ടുവച്ചിരിക്കുകയാണ് ഒരു ധാരണ, ഒരു കൺസെപ്റ്റ്. എന്തോ സ്റ്റീൽ ബോഡിയാണ്, ഇങ്ങനെ അങ്ങോട്ട് പോകാവുള്ളൂ, ഇന്ന ഡ്രസ്സേ ഇടാവുള്ളൂ, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റും, ഭൗതിക ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പറ്റും, ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. കാരണം പ്രസന്റിലായിരിക്കും മൈൻഡ് എപ്പോഴും. അതാണ് ഇതിലെ നിർണായക സംഭവമായിട്ട് വർക്ക് ചെയ്യുന്നത്. മൈൻഡിന്റെ ഒരു പ്ലേ ആണ് അവിടെ നടക്കുന്നത്. മാസ്റ്റർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് അതീന്ദ്രിയം എന്ന് പറയുന്നത് എല്ലാം മിക്സ് ആണ്. അത് നമ്മൾ ഒരു കുടുംബജീവിതം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളും വരാം. അവിടെ പ്രാർത്ഥന മാത്രമല്ല, അവിടെ പ്രവൃത്തികൾ വരാം, എന്റർടൈൻമെന്റ് വരാം, ചിരി അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. അതെ, തീർച്ചയായിട്ടും. നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും മെഡിറ്റേഷൻ ചെയ്ത ആൾ അതിൽ വേറെ ഒരു വീഡിയോ ഒന്നുണ്ട്, സിനിമ കാണാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, അല്ലെ, കുളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. അതേ പറയാം. കാരണം കുളിച്ചപ്പോൾ വടക്കേ ഇന്ത്യയിൽ ചോദിക്കുന്നു, അങ്ങ് കുളിക്കുന്നോ? ഒരാൾ ചോദിച്ചാണ് ഒരു വേട്, വടക്കേ ഇന്ത്യയിലെ സംഭവം, അങ്ങ് കുളിക്കുന്നു. ഞാൻ പറഞ്ഞ മനുഷ്യനാണ്.
അപ്പൊ ഇങ്ങനെയുള്ള കുറെ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. അതായത് ഒരു ഗുരു എന്ന തരത്തിൽ ഗുരു കുളിക്കാൻ പാടില്ല, അത് വേറെ വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ ഇതിന്റെ കാര്യം കടക്കുന്നില്ല. അതെല്ലാം തെറ്റിദ്ധാരണകളാണ്. ജീവിതത്തിൽ നമ്മൾക്കിപ്പോ ഒരു മോണോ ആക്ട്, ഒരു മിമിക്രി, ഒരു സിനിമ അഭിനയിക്കാൻ ചാൻസ് കിട്ടി, അതൊക്കെ നമുക്ക് മാറ്റിമറിക്കാം. സിനിമാ ഫീൽഡിൽ എല്ലാവർക്കും അറിയാം, ഇങ്ങനെയുള്ള എനർജി മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചവർക്ക് പിന്നെ റിഹേഴ്സൽ ചെയ്യേണ്ട ആവശ്യമില്ല. മലയാള സിനിമയിലെ പ്രശസ്ത നടന്മാരും ഒക്കെ ഉണ്ട് ഇതില്. അവർക്കൊന്നും റൈറ്റിംഗ്സോ ഈ എന്താ പറയുക സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ആവശ്യമില്ല. കാരണം അതായിട്ട് മാറാനുള്ള കഴിവ് പറ്റും ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ പെട്ടെന്ന് അതിലേക്ക് നമുക്ക് ആ മാനറിസത്തിലേക്കും ആ ഇമോഷൻസിലേക്കും ഒക്കെ മാറി ആ ക്യാരക്ടറൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, വളരെ സിമ്പിൾ ആയിട്ട്. മറ്റത് അതല്ല, വീണ്ടും വീണ്ടും റീടേക്ക് എടുത്ത് അങ്ങനെ പോകേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ എന്റർടൈൻമെന്റിന് ബെസ്റ്റ് ടൂളാണ് മെഡിറ്റേഷൻ. ജീവിതം ആസ്വദിക്കാൻ ലാസ്റ്റ് ബെസ്റ്റ് ടൂളാണ് മെഡിറ്റേഷൻ. പവറിന്റെ അവസാന അധ്യായം മെഡിറ്റേഷൻ. പ്രപഞ്ചത്തെ അറിയാനുള്ള അവസാന അധ്യായം മെഡിറ്റേഷൻ. മതത്തിന്റെ ഉന്നതമായ അവസ്ഥയിലെത്തുന്ന അവസാന ചാപ്റ്റർ മെഡിറ്റേഷൻ. ഇതൊക്കെയാണ് കിടക്കുന്നത്. അപ്പൊ എല്ലാം വിട്ടിട്ട് എങ്ങോട്ടും ഓടാനും ഇല്ല, ആർക്കും ഒന്നും കൊടുക്കാനും ഇല്ല. ഇതാണ് വസ്തുത. ഇതില് കുറച്ച് ഒരു കാര്യം കൂടെ ലാസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, നമ്മള് ഇപ്പൊ ഇതില് നിഷ്ക്രിയരായി പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതില് പലരും ഈ വ്യായാമം അല്ലെ എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇതിനെപ്പറ്റി ഇതുകൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാൻ അത് ഈ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുമ്പോൾ വ്യായാമം അതിൽ നിന്ന് മുക്തമല്ല. അവിടെയാണ് കുഴപ്പം. ഉത്തരവാദിത്തങ്ങൾ പറയുമ്പോൾ സകലതും പെട്ടു. നിങ്ങൾ വ്യായാമം കൂടി ചെയ്യണം. അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? എനർജി ക്രിയേറ്റ് ആവും. അതായത് 360 ഡിഗ്രിയിൽ നിങ്ങളുടെ ശരീരത്തെ എനർജി ക്രിയേറ്റ് ആവാണ് കംപ്ലീറ്റ് കോശങ്ങളിലും. ആ ഊർജത്തെ അതേപോലെ തന്നെ നിലനിർത്തുവാനും അതിന്റെ ഒഴുക്ക് ആ കറക്റ്റ് ആയിട്ട് പോവാനും വ്യായാമം ആവശ്യമാണ്. അതുകൊണ്ടാണ് പലതരം മെഡിറ്റേഷനിലും വ്യായാമം കടന്നു കയറി കൂടിയിട്ട്. അപ്പൊ നമ്മളത് നമ്മളാണ് ഒരു ഫിസിക്കൽ വ്യായാമം വളരെ ആവശ്യമാണ്. നടത്തമോ ജിമ്മിൽ പോക്കോ ഓട്ടമോ എല്ലാം ആവശ്യമാണ്. അത് മാറ്റി വെക്കരുത് ഒരു കാരണവശാലും. അല്ലെങ്കിൽ എന്ത് പറ്റും? മെഡിറ്റേഷൻ ചെയ്ത് മനസ്സ് ഈ നിമിഷത്തിലായി പവർഫുൾ ആയി, എന്നിട്ട് അസുഖം വരുന്നു. അല്ല, കണ്ടിട്ടില്ലേ? അതിന്റെ കാരണം എന്താ? ശരീരത്തിന് വേണ്ടത് ഭൗതിക വ്യായാമമാണ്. ഓട്ടമോ നടത്തമോ ജിമ്മിൽ പോക്കോ എന്തെങ്കിലും ചെയ്ത് നല്ല വ്യായാമം, അതൊരു ഭാഗമാണ് ഇതിന്റെ വ്യായാമം. എഫേർട്സ്, മെഡിറ്റേഷൻ, പവർ, എനർജി, ഉത്തരവാദിത്തങ്ങൾ, വീക്ഷണം, തീരുമാനങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു ക്രിയേഷൻ ആവുന്നത്. അതായത് നമ്മുടെ ഒരു കംപ്ലീറ്റ് പാക്കേജായി ലൈഫിനെ മാറ്റുന്നത്. അതിലെന്തെങ്കിലും നഷ്ടപ്പെട്ട എല്ലാ ബാലൻസും തെറ്റും. മെഡിറ്റേഷൻ ചെയ്ത ആൾ ഉത്തരവാദിത്തത്തിലേക്ക് കടന്നില്ല, അവിടെ തെറ്റും. കുടുംബം ഉണ്ടാവില്ല. കുടുംബമുള്ള ആൾ മെഡിറ്റേഷൻ ചെയ്തിട്ട് അവിടെ പവർ ഉണ്ടാവണമെന്നില്ല. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്റ്റഡ് ആണ്. അതങ്ങനെ മനസ്സിലാക്കി വെച്ചോ. മറ്റുള്ള രാജ്യക്കാരൊക്കെ അതിലേക്ക് വന്നിട്ടുള്ളത്, ചൈനീസും അവരും ഒക്കെ. അതാണ് ഞാൻ പറഞ്ഞത്. മെഡിറ്റേഷന് വേണ്ടി ജോലി രാജിവെക്കേണ്ട കാര്യമില്ല. മെഡിറ്റേഷന് വേണ്ടി മതം പെടേണ്ട കാര്യമില്ല. മെഡിറ്റേഷന് വേണ്ടി ആചാരം മാറ്റേണ്ട കാര്യമില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഒരു നിഗൂഢ പാക്കേജ്. അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്തോ. എന്തായാലും നമ്മള് ചുമ മാറ്റാൻ വേണ്ടി മരുന്ന് കഴിച്ചു, മാറിയില്ല. അപ്പൊ നമ്മൾ നാടൻ വൈദ്യം കൂടി ചെയ്തു എന്ന് പറയും പോലെയാണ്. മരുന്നിനെ തന്നെ ആശ്രയിക്കണ്ട. മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല, അപ്പൊ ഒരു നാടൻ വൈദ്യം കൂടി പ്രയോഗിച്ചു, ആയുർവേദ വൈദ്യോ നാട്ടുവൈദ്യോ. അപ്പൊ ഒരു അഡീഷൻ. അങ്ങനെ കണക്കൂട്ടി ജീവിതത്തിന്റെ ഹാബിറ്റ് ആക്കി മാറ്റണം. നിങ്ങൾ ഹാബിറ്റ് ആക്കി മാറ്റുമ്പോഴാണ് അത് ഉജ്ജ്വലമായി തീരുന്നത്. ഒരു കാര്യം നമ്മളിലേക്ക് ട്രിഗർ വേർഡ്സ് തന്നെ ഹാബിറ്റായി മാറുകയാണ്. ആ ഹാബിറ്റ് ബോഡി ലാംഗ്വേജിലേക്കൊക്കെ അത് കയറ്റുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു നിർണായക സംഭവമായി മാറും. ഇപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ആരും പറയണ്ട ബ്രഷ് ചെയ്യാൻ, അല്ലെ? മനസ്സിലേക്ക് ഓട്ടോമാറ്റിക് ബ്രഷ് വരാനുള്ള കാരണം അത് ഹാബിറ്റാണ്. അത് നിങ്ങൾ കൊടുത്തു വെച്ചേക്കാം. കൊടുത്ത് ന്യൂറോ പാത്വേ. അതുപോലെ തന്നെ നിങ്ങൾ പവർഫുൾ ആവുന്നു. ഇവിടെ നെഗറ്റീവിന്റെ ആവശ്യമില്ല, നെഗറ്റീവ് തപ്പിപ്പോണ്ട ആവശ്യമില്ല. ഓൺലി പവർ ആൻഡ് പോസിറ്റീവ്. ആ ഒരു കൺസെപ്റ്റ് ആണ് എനർജി വേൾഡിൽ വരുന്നത്. കാരണം എന്താണ്? ഒരു ചിന്ത പോലും ഊർജ്ജത്തെ പ്രസരിപ്പിച്ചത്. അതാണ് ഇതിലെ കുഴപ്പം. അതുകൊണ്ട് ഒന്ന് കൺട്രോൾഡ് ആയിരിക്കണം മൈൻഡ്. ഓക്കെ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന മാസ്റ്ററിന് ഒരുപാട് നന്ദി. കാരണം ആ ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ ഒരു നിർണായക ഒരു ആൻസർ, അതല്ലെങ്കിൽ ആ നിർണായക ക്വസ്റ്റ്യന് ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പബ്ലിക് ഉണ്ട്. അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ഈ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു മറുപടി കിട്ടിയിട്ടുണ്ടാവും. അതനുസരിച്ച് എല്ലാവർക്കും ആ ഒരു നല്ല രീതിയിലേക്കുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാസ്റ്ററിന് വീണ്ടും താങ്ക്സ് പറയുന്നു. താങ്ക്സ് മാസ്റ്റർ.